രണ്ടെണ്ണം എക്സ്ട്രാ എടുത്താൽ എത്ര പേരുണ്ട് ഇവിടെ? ഇത് മതിയോ? വെള്ളം വേണ്ട വെള്ളം. ആറന്മുളയിൽ വെള്ളം കയറി വീടുകളിൽ തന്നെ നിൽക്കുന്ന കുറേ പേരുണ്ട്. രക്ഷാപ്രവർത്തകർ, അത് ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ ജനപ്രതിനിധികൾ ഫിഷറീസ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തി മാറാൻ പറഞ്ഞിട്ടും മാറാത്തവരാണ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയാണ് ഇപ്പോൾ അവസാന ഘട്ടമാണ്. കാരണം ഇനിയും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഭീതിജനകമല്ലെങ്കിൽ പോലും കെട്ടിനിന്ന വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല ആറന്മുളയിലെ വിവിധ ഭാഗങ്ങൾ. അവിടേക്ക് MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ഭക്ഷണം എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അല്ലേ? ഇങ്ങനെ അവർ വീടുകളിൽ തന്നെ കഴിയുന്നത്. ഇനിയും വെള്ളം ഉയരുന്ന സാഹചര്യമൊക്കെ വന്നാൽ ഒഴിപ്പിക്കുകയൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യഘട്ടം തന്നെ, അതായത് ഇത് ഉണ്ടായ 31-ാം തീയതി രാവിലെ തൊട്ട് റീഹാബിലിറ്റേഷൻ തുടങ്ങിയതാണ്. നമ്മൾ അന്ന് തന്നെ 38 റീഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങോട്ട് ആളുകളെ മാറ്റി തുടങ്ങിയതാണ്. വെള്ളം ഓരോ ഘട്ടത്തിലും കയറി വന്നപ്പോഴും നമ്മൾ ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലിട്ട് മാറാൻ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും മാറാത്തതായ കുറേ ആളുകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മിന്നൽ പ്രളയത്തിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ അന്ന് രാവന്തിയോളം നമ്മൾ രാത്രി മുഴുവൻ എല്ലാവരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് മാറാൻ. എന്നിട്ടും മാറാത്ത കുറച്ച് ആളുകളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് അവർ സ്റ്റക്കാണ് അവരുടെ വീടുകളിൽ. ഭക്ഷണ സാധനങ്ങളൊക്കെ അവരുടെ വീടുകളിൽ തീർന്നു. അപ്പം അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. ഇതിപ്പോൾ ആറന്മുള പഞ്ചായത്തിലെ കുളമാപ്പുഴി, എടശ്ശേരിമല, കുളമാപ്പുഴി, തുരുത്തിമല മേഖലകളിലാണ്. അവിടെ ഒരു 150-150ഓളം കുടുംബങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ മറ്റൊരു ഡിങ്കി ബോട്ടിലുമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കൊണ്ടുകൊടുക്കുകയാണ്. ഇവർ ഇനിയും മാറാതിരിക്കുമ്പോൾ അത് മിക്കവാറും ഇത് എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണം നിങ്ങൾ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ? അതായത് ഇതിപ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ അവർക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നമ്മൾ ഇനിയും ഭക്ഷണം എത്തിക്കും. അന്നേരത്തേക്ക് നമ്മൾ സാഹചര്യം നോക്കി വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞാൽ നമുക്ക് അവരെ തിരിച്ച് അവരുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് പൂർവ്വസ്ഥിതിയിലായിട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും അവർക്ക് കൊണ്ടെത്തിക്കേണ്ടി വരും. നമ്മളിപ്പോഴും അവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം ക്യാമ്പുകളിൽ ഇതെല്ലാം സജ്ജീകരണമുണ്ട്, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരിലേക്ക് നമുക്കിത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കൂടെ തന്നെ ഫയർഫോഴ്സും NDRF ഒക്കെ അതും കൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ് മാറണമെന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിലും അവരുടെ കാര്യം നമ്മൾ തന്നെ നോക്കണമല്ലോ. ഇതിനൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടെയുണ്ട്. അപ്പം ഈ മേഖലയിൽ ഇത് നേരത്തെയൊക്കെ വെള്ളക്കെട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഇനിയും ആശങ്ക പല മേഖലയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ തൽക്കാലത്തേക്ക് വെള്ളം ഒഴുകി വരുന്നില്ല. അപ്പം മരുന്നൊക്കെ കൃത്യമായി ലഭ്യമാകുന്നുണ്ടോ? പലരും ഈ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളെ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ട മരുന്നുകൾ വാട്സപ്പിൽ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മഴയൊക്കെ നിന്നാൽ പോലും എത്ര ദിവസം എടുക്കും ഈ വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോകാൻ? സാധാരണ നിങ്ങൾ പ്രദേശവാസികൾ കൂടിയാണ്. 2-3 ദിവസം എടുക്കും എന്തായാലും വെള്ളം പൂർണ്ണമായിട്ട് ഒഴിയാൻ. പക്ഷേ എന്നാലും ഒരാഴ്ച കൊണ്ട് ഇവരുടെയൊക്കെ ജീവിതം സാധാരണ നിലയിലോട്ട് മടങ്ങി വരത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ്. മഴ നിലക്കും വെള്ളത്തിൻ്റെ ഒഴുക്കും കുറയും. പക്ഷേ ഈ വെള്ളം ഇവിടെ നിന്ന് പിൻവാങ്ങില്ല എന്നതാണ്. ഇപ്പോൾ കാണുന്ന ഇതൊന്നും ഒരു കായൽ പോലെ നമുക്ക് തോന്നും, പക്ഷേ കായലല്ല. ഇവിടെ വെള്ളം നിറഞ്ഞതാണ്. ഈ വെള്ളം ഇറങ്ങാൻ ഏറ്റവും ചുരുങ്ങിയത് 2-3 ദിവസം എടുക്കും. അപ്പോൾ വെള്ളം ഇറങ്ങിയാൽ പോലും അതിൽ പല വീടുകളിലും വെള്ളത്തിനടിയിലുണ്ട്. അതൊക്കെ ശുചീകരിച്ച് പഴയ അവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം അബിൻ വർക്കി MLA ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതാണ്ട് 150ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുകയാണ്. അവർ കാണാം, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, വല്ലാതെ ദൈന്യതയിലായ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അബിൻ വർക്കി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫയർഫോഴ്സ് സംഘവും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ പാകം ചെയ്ത ഭക്ഷണമാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അതിന് പുറമെ ഭക്ഷണം പാകം ചെയ്യാനുള്ള മറ്റ് വസ്തുക്കളും അവരെത്തിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഒറ്റപ്പെട്ടു പോയതാണ്. ഇനിയും വെള്ളം ഉയരുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഇവരെ ഇവിടെ നിന്നും ബോട്ടുകളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ മെഴുകുതിരി അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് കാണാം. വെള്ളം വേണ്ട വെള്ളം. ചോറ്, ഫുഡ് വേണം, ആഹാരം. 6 പേര് ഒരു 5 കൊടുത്താൽ. ആറന്മുളയിൽ വെള്ളം കയറി വീടുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അബിൻ വർക്കി MLAയുടെ ഭാഗത്ത്. അവരുടെ ഒപ്പം ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരൊക്കെയുണ്ട്. ഏതാണ്ട് പലയിടങ്ങളിൽ വീട്ടിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുന്നു, മരുന്നെത്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഭക്ഷണ വിതരണം പൂർത്തിയാക്കി
തിരികെ ആറന്മുളയിലെ കരയിലേക്ക് എത്തുകയാണ്. അതിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഈ മേഖലയിലെ ദുരിതമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, ആറന്മുള.